ഗുഡ് മോർണിംഗ് എവരി വൺ. അതായത് നമ്മൾ ഇന്ന് മീഡിയ വിങ് എത്തി നിൽക്കുന്നത് ഇന്ന് ലൂസേഴ്സ് ഫൈനൽ വിജയിച്ച കിൽത്താൻ ടീമിനോടൊപ്പമാണ്. വളരെയധികം സന്തോഷകരമായ ഒരു കാഴ്ചയാണ് നാം ഇന്ന് ഗ്രൗണ്ടിൽ തന്നെ കാണുന്നത്. നമുക്ക് ആ മത്സരത്തിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ അവരുടെ കോച്ചിനോട് തന്നെ നമുക്ക് ആദ്യം ചോദിക്കാം. എങ്ങനെ കാണുന്നു ഇന്നത്തെ മത്സരത്തിൽ വിജയിച്ചപ്പോൾ നിങ്ങളുടെ സന്തോഷം എങ്ങനെയാണ്, അതൊന്ന് നമുക്ക് പങ്കുവെക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ എങ്ങനെയാണ് കളിക്കണമെന്നില്ല, അങ്ങനെ തന്നെ മക്ക കളിച്ചിന് ധൈര്യത്തിൽ കളിച്ചിന്. നമുക്കൊരു ശൈലിയുണ്ട്, ആ ശൈലി കളിപ്പാനാണോ ഞങ്ങൾ നേരത്തെ തന്നെ പ്ലാൻ ചെയ്തത്. പക്ഷേ ആദ്യത്തെ 2 മാച്ചും കളിപ്പാൻ കളിഞ്ഞല്ല. ഈ മാച്ചാണ് ഇപ്പം മക്കൾ അത് എക്സിക്യൂട്ട് ചെയ്തത്. ബാക്കിൽ നിന്ന് ബിൽഡപ്പ് ചെയ്യുന്നുണ്ട്, കറക്റ്റ് ടച്ച് കളിക്കുന്നുണ്ട്, ഹോൾഡ് ചെയ്യുന്ന ടൈമിൽ ഹോൾഡ് ചെയ്യുന്നുണ്ട്, ഗോൾ ചാൻസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഗോൾ ചാൻസ് നമുക്ക് ഒരു 10 ഗോൾ അടിക്കുന്ന ക്ലിയർ ചാൻസ് ഞങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അത്രയും ഗോൾ അടിക്കലാണ്. അങ്ങനെയാണ് 10 ചാൻസ് ക്രിയേറ്റ് ചെയ്യാൻ 2 ഗോളാണ്. കറക്റ്റ് റേഷ്യോ ആണ്. മക്ക അടിപൊളിയാണ്, സൂപ്പറായിട്ട് കളിച്ചാണ്. നാക്കേം പറയാമല്ലോ, പ്രത്യേകിച്ച് അടിപൊളിയാണ്. കോച്ച് തൻ്റെ സന്തോഷകരമായ കാര്യങ്ങൾ പറഞ്ഞു തന്നിരിക്കുന്നു. കാരണം വളരെ സന്തോഷകരമായ ഒരു മത്സരമായിരുന്നു. കാണികൾ തന്നെ വളരെ അത്ഭുതപ്പെട്ടിരിക്കുന്ന ഒരു മത്സരമായിരുന്നു. ഇഷ്ടംപോലെ ചാൻസുകൾ ഉണ്ടായിരുന്നു. 2 ചാൻസ് അതിൽ നിന്ന് മുതലാക്കി സിനാനായിരുന്നു എന്ന് തോന്നുന്നു 2 ഗോളുകളും നേടിയത്. അപ്പോൾ സിനാൻ ടീമിൻ്റെ ക്യാപ്റ്റനാണ്. എങ്ങനെയാണ് ഇന്നത്തെ മത്സരത്തിന് സന്തോഷം? ഹീറോ ഓഫ് ദ മാച്ചായി തിരഞ്ഞെടുക്കപ്പെട്ട താങ്കൾ എങ്ങനെയാണ് ഈ മത്സരം, ഇന്നത്തെ മത്സരത്തിന് സന്തോഷമെന്ന് കാണികളുമായിട്ട് പങ്കുവെക്കുക? എല്ലാവരും കൂടെ കളിയാണ്. പിന്നെ വേറൊരു എടുത്തു പറയത്തക്ക കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ജേഴ്സിയിൽ ഐലൻഡ് സ്റ്റാറിൻ്റെ സ്പോൺസറുള്ള ഒരു ജേഴ്സിയിൽ സേ നോ ടു ഡ്രഗ്സ്, അതായത് മറ്റേ ലഹരിക്കെതിരെ ഉള്ള ഒരു പരസ്യമാണ്, സന്ദേശമാണ് ലഭിച്ചിരിക്കുന്നത്. അത് ഐലൻഡ് സ്റ്റാറിനെയാണ്. അത് എടുത്തു പറയത്തക്ക ഒരു അപ്രിഷ്യേറ്റ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. ഐലൻഡ് സ്റ്റാറിന് വളരെയധികം ഒരു നന്ദിയും കടപ്പാടും ഈ 34 LSCയുടെ പേരിൽ ഞങ്ങൾ മീഡിയ വിങ് രേഖപ്പെടുത്തുകയാണ്. ടീം മാനേജർ വളരെ സന്തോഷത്തിലാണ് ഇന്ന്. ടീം മാനേജറോട് നമുക്ക് ചോദിക്കാം, ഇന്നത്തെ മത്സരം എങ്ങനെ എത്രത്തോളം താങ്കൾക്ക് സന്തോഷമുണ്ട്, എങ്ങനെയാണ് നോക്കിക്കാണുന്ന ഇന്നത്തെ മത്സരം എങ്ങനെയായിരുന്നു? ഏറ്റവും മനോഹരമായ രീതിയിലാണ് ഇന്ന് കുട്ടികൾ കളിച്ചത്. നേരത്തെ നടന്ന കളികളിൽ വന്ന പോരായ്മകളൊക്കെ നികത്തിക്കൊണ്ട് ഏറ്റവും നല്ല രീതിയിൽ കുട്ടികളിന്ന് കളിക്കുകയും അതിൻ്റെതായിട്ടുള്ള ഫലം അവർക്ക് ലഭിക്കുകയും ഉണ്ടായി. ഈ അവസരത്തിൽ പ്രത്യേകിച്ച് നമ്മുടെ കോച്ച്, അതേപോലെ ടീം ഒഫീഷ്യൽസ്, അവരെല്ലാവരെയും നന്ദി എത്ര പ്രശംസിച്ചാലും മതിയാവില്ല. കാരണം ഓരോ കളിക്കും അവർ പുറത്തും അവിടെ ഇവിടെയൊക്കെ അവർക്ക് ഒരിക്കലും ഗ്രൗണ്ടിലേക്ക് ഇറങ്ങാനുള്ള ഒരു പെർമിഷൻ കൊടുത്തില്ല. എങ്കിലും അവർ അവിടെ ഇവിടെയൊക്കെ ആയി നിന്ന് ഫുൾ ടൈം നമ്മുടെ ടീമിനെ സപ്പോർട്ട് ചെയ്യുകയും വളരെ മനോഹരമായിട്ട് തന്നെ കുട്ടികളെ കളിപ്പിക്കുകയും ചെയ്തു. അതിന് അവരോടൊക്കെ നന്ദി പറയുന്നു. ഈ അവസരത്തിൽ വളരെ സന്തോഷവുമാണ്. കിൽത്താൻ്റെ ഏറ്റവും നല്ല പെർഫോമൻസ് ആണ് ഈ ഒരു LSGയിൽ കാഴ്ചവെച്ചത്. അതിലും അതിയായ സന്തോഷമുണ്ട്. നമ്മൾ ഫുട്ബോൾ മാത്രമല്ല എല്ലാ ഗെയിമിലും നന്നായിട്ട് തന്നെ കുട്ടികൾ പെർഫോം ചെയ്തു. എല്ലാത്തിനും നാട്ടുകാരോടും ഒപ്പം ഈ കോച്ചുമാരോടും ഒഫീഷ്യൽസിനോടും എല്ലാവരോടും നന്ദി പറയുന്നു. അണ്ടർ 17 വോളിബോളിലും അതുപോലെ തന്നെ ഫുട്ബോളിലും ഒരുമിച്ച് ലൂസേഴ്സ് ഫൈനൽ അവർ സ്വന്തമാക്കിയിരിക്കുന്നു. 3rd പ്രൈസ് സ്വന്തമാക്കിയ ഒരു ചരിത്ര മുഹൂർത്തമാണ് ഇന്ന് നടന്നിരിക്കുന്നത്. നമുക്ക് നമ്മുടെ ഫുട്ബോളിൻ്റെ ഐതിഹാസിക മാനേജറും കോച്ചും ഒക്കെ ആയി ഇന്റർ ഐലൻഡൊക്കെ കഴിഞ്ഞ് വന്നതാണ്. നമുക്ക് ഹംദുള്ള സാറിനോട് ചോദിക്കാം, എന്താ ഇന്നത്തെ മാച്ചിനെ കുറിച്ചൊന്ന്? ഇപ്രാവശ്യത്തെ മാച്ച് വന്നില്ല കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കഴിഞ്ഞ ഇന്റർ ഐലൻഡ് ഡ്യൂട്ടി എല്ലാം ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ കൂടുതൽ സമയം കോൺസെൻട്രേറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല, ട്രെയിനിങ്ങിനും മറ്റേ ഇതിലും കാലമായിട്ട്. പക്ഷെ എന്നാലും അവ അത്യാവശ്യം നല്ല ഹരത്തിൽ കളിച്ചിന്. ലാസ്റ്റ് 1-2 ഗെയിംസിൽ മാത്രമാണ് ഒരു ഇതായിപ്പോയത്. പിന്നെ മൂന്നാമത്തെ ഈ ഗെയിംസ് നന്നായിട്ട് കളിച്ചിനെന്നാണ് വിചാരിക്കുന്നത്. ഇനിയും അടുത്ത 19 സെയിം ബാച്ച് തന്നെ ഉണ്ടാവും. അപ്പം ഇതിനേക്കാൾ കൂടുതൽ അടിപൊളിയായിട്ട് കളിക്കുമെന്ന് വിചാരിക്കുന്നത്. നമ്മുടെ ജബ്ബാർ സാറ് സന്തോഷം പങ്കുവെക്കാൻ എത്തിയിരിക്കുന്നു. ഇന്നത്തെ മത്സരം എന്നല്ല, എല്ലാ മത്സരവും സാറ് ഇരുന്ന് വീക്ഷിക്കുന്ന ഒരു വ്യക്തി എന്നുള്ളതിൽ സാർ ഇന്നത്തെ മത്സരം വളരെ സന്തോഷകരമായ മത്സരമായിരുന്നു. സാർ ഇന്നത്തെ മത്സരത്തെ എങ്ങനെ കാണുന്നു, എത്രത്തോളം സന്തോഷമുണ്ട്? നല്ല കളിയായിരുന്നു കിൽത്താൻ കാഴ്ചവെച്ചത്. എനിക്ക് തോന്നി 1/3 മാച്ചായിരുന്നു. കാരണം കലിപ്പേനിക്ക് തൊടാൻ പറ്റിയില്ല. അത്രയും നല്ല മാച്ചായിരുന്നു കിൽത്താൻ കാഴ്ചവെച്ചത്. നല്ല കണക്ഷൻ പാസ്സൊക്കെ ആയിരുന്നു കൊടുത്തത്. പക്ഷേ ക്യാപ്റ്റൻ സിനാൻ നല്ല പെർഫോമൻസ് ആയിരുന്നു കാഴ്ചവെച്ചത്. അതുപോലെ കിൽത്താൻ ടീം എല്ലാ മാച്ചും നന്നായിട്ട് കളിച്ചു. പക്ഷേ ബാഡ് ലക്ക് കാരണം തോറ്റുപോയിട്ടുണ്ട്. പക്ഷേ ഇന്നത്തെ കളി നല്ല മികച്ച കളിയായിരുന്നു. അതുകൊണ്ട് എല്ലാ കളിക്കാർക്കും എൻ്റെ വക എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു സാർ, താങ്ക് യു. പിന്നെ നമ്മുടെ ഗോൾ കീപ്പർ കഴിഞ്ഞ അമ്മേനിയോടുള്ള ഫെനാൾട്ടികളിൽ സേവ് ചെയ്തുകൊണ്ട് കിൽത്തനെ രക്ഷിച്ചെടുത്ത ഒരു ഗോൾ കീപ്പർ കൂടിയാണ് ബസരിയോട് നമുക്ക് ഇന്നത്തെ മത്സരം വിജയിച്ച് 3rd കിട്ടി നിൽക്കുമ്പോൾ ബസരിയുടെ സന്തോഷം ബസരി നമുക്ക് വേണ്ടി പങ്കുവെക്കുകയാണ്. കളിയാണ് നല്ല പാസിങ് വാരിച്ച് വരെ കളിച്ച് കിട്ടിയ. ഇനി മുന്നത്തെ കളിക്ക് അങ്ങനെ കളിപ്പാങ്ങി കളഞ്ഞത് അടിച്ചു വിട്ടലാണ് കളിച്ചത്. നല്ല പാസിങ്ങിൽ എല്ലാം കളിച്ച് 2 ഗോൾ സ്കോർ ചെയ്ത് ജയിപ്പാൻ കളഞ്ഞത്. സന്തോഷമുണ്ട്. ബസരിയോട് ഒരു ചോദ്യം കൂടി. ഇപ്പോൾ നിങ്ങളെ ഒരു കോൺഫിഡൻസ് ഉള്ള ടീമാണ്.
നമ്മുടെ കിൽത്തനിൽ അണ്ടർ 17 നല്ല കോൺഫിഡൻസ് ഉണ്ട്. അണ്ടർ 19 നല്ല ടീമാണ്, പക്ഷേ കോൺഫിഡൻസ് ഇല്ല. അപ്പോൾ നിങ്ങൾ അകത്തിയുമായിട്ട് കളിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ എന്താണ് ഉള്ളത്? അത് തോറ്റുപോകാൻ കാരണം കോൺഫിഡൻസിൻ്റെ കുറവാണോ? ഫസ്റ്റ് ഹാഫ് ഇല്ല, ആദ്യം ഈ അകത്തേക്ക് ടീം കളിക്കാൻ ഇറങ്ങുന്ന മുമ്പ് അവർ മുഖർജി നാഷണൽ കളിച്ച് വന്നതെന്നുള്ള ഒരു പേടി ഉണ്ടായിരുന്നോ? പേടിയാനില്ലാണ്, ഞങ്ങള് അതുപോലെ കളിക്കണ്ടേ. പക്ഷെ നിങ്ങൾ കളി വരാത്ത കാരണം ചെറുതായിട്ട് പേടി കളിപ്പാൻ കളിഞ്ഞേരം ഉണ്ടാണ് ഫസ്റ്റ് ഹാഫ്. പിന്നെ ആ സെക്കൻഡ് ഹാഫ് കോച്ച് പറഞ്ഞ് പിന്നെ ധൈര്യത്ത് തന്നെ കളിപ്പാൻ കളിഞ്ഞ്. അപ്പോൾ ശരിക്കും ഈ വിജയത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് മിനിക്കോ ടീമിനെ ഇപ്പോൾ നമ്മൾ കാണുന്നുണ്ട്, ഒരു കോൺഫിഡൻസോട് കൂടിയാണ് കളിക്കുന്നത്. ആ കോൺഫിഡൻസ് കിൽത്താൻ ടീമിനുണ്ടെങ്കിൽ ഇതിനൊക്കെ മറികടന്നുള്ള തിളക്കമാർന്ന വിജയം ഉണ്ടാകുമായിരുന്നു. അപ്പോൾ കോൺഫിഡൻസ് ആവശ്യമുണ്ട് അല്ലേ? കോൺഫിഡൻസ് ഇനിയും ഉണ്ടാവണം. അപ്പോൾ അടുത്ത LSCയിൽ നല്ല രീതിയിൽ ഇപ്പോൾ ഗ്രൗണ്ടും കാര്യമെല്ലാം ഉണ്ട്, അടുത്ത LSCയിൽ പെർഫോമൻസ് ഉണ്ടാവുമല്ലോ? സംശയമില്ല. ഇന്നത്തെ കളി ഇപ്പോൾ വിലയിരുത്തിയാൽ ഈ കളിയാണെന്ന് നമ്മൾ കാണുവാൻ ആഗ്രഹിച്ച കളി. ശരിക്കും പറഞ്ഞാൽ ഈ കിൽത്തൻ ടീമിനെ ഈ സീനിയർ ടീമായാലും ജൂനിയർ ടീമായാലും ഇക്കളി കാണാൻ വേണ്ടി ഷോർട്ട് പാസ് ഇട്ട് ഗ്രൗണ്ടിൽ പാസ് ഇട്ട് അങ്ങനെ ചാൻസ് ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുപോയി ഗോൾ അടിക്കേണ്ട ഈ ഒരു കളിയാണ് നമ്മൾ അന്ന് ഇന്ന് ആഗ്രഹിക്കേണ്ട. കാണുവാൻ ഹരവുള്ള കളിയും അതാണ്. അപ്പോൾ ഇന്ന് അത് കാണുവാൻ കളിഞ്ഞിന്, മക്കളിൽ അത് കാണുവാൻ കളിഞ്ഞിന്. അകത്തിയായിട്ടുള്ള കളിയിൽ ഇവിടെ മെൻറ്റാലിറ്റി പ്രശ്നങ്ങൾ കൂടിയില്ല, ഒരു സെൽഫ് കോൺഫിഡൻസ് ഇല്ലാത്ത പോലെ കണ്ടിട്ടുണ്ട് പല പ്ലെയറിലും. അപ്പോൾ മാത്രം അവളെ മാക്സിമം അപ്പണങ്ങ് അവ ശ്രമിച്ചിനെ, അവ ഇല്ലെന്നൊന്നുമില്ലല്ലോ, അവളെ മാക്സിമം അപ്പണം ശ്രമിച്ചു ഞാൻ. പക്ഷെ ഇന്ന് കളിച്ചൊരു കളിയുണ്ട്. ഈ കളി ഈ മക്കൾ ഇങ്ങനെ തന്നെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് കൊണ്ടുപോകണമെങ്കിൽ ഈ മക്കളെ പിടിച്ചാൽ കിട്ടാം. അപ്പോൾ ഇപ്പോൾ ഇനി അടുത്ത കൊല്ലം അണ്ടർ 17 കളിപ്പാൻ തന്നെ ഇതിനുണ്ട് കുറേ മക്കളെ കിട്ടുന്നതാണ്. ഇപ്പോൾ അവളെ കോച്ച് പോലെ ഉണ്ട്, ഇവരെല്ലാം ജസ്റ്റ് 40 കഴിഞ്ഞ മക്കളാണ്. അപ്പോൾ അങ്ങനത്തെ മക്കൾ ഇനി 2 കൊല്ലം അണ്ടർ 17 കളിപ്പിക്കാൻ കിട്ടണമെങ്കിൽ ഇപ്പോൾ ഇതിനെല്ലാം മെച്ചപ്പെട്ട് വരും. ഇനിയിപ്പോൾ നല്ലൊരു ഗ്രൗണ്ടായിപ്പോയി, അപ്പോൾ നല്ലൊരു സാഹചര്യം ആയിപ്പോൾ ഇനി മക്കൾ എന്തായാലും കപ്പടിപ്പാനുള്ള ചാൻസ് ഉണ്ട്. ടീം ഇങ്ങനെ തന്നെ ഒരു ടീമിനെ കിട്ടിച്ച് കളിപ്പിച്ചുകൊണ്ട് പോകണമെങ്കിൽ കപ്പടിപ്പാനുള്ള എല്ലാ ചാൻസും ഉണ്ടാണ്. ഇന്നത്തെ കളി വിലയിരുത്തിയാൽ ഇന്ന് ബെസ്റ്റ് പെർഫോമൻസ് കളിയിൽ ഇത്ര വരെ കാണുന്നതിൻ്റെ ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് ഇന്നത്തെ ആനെന്നാണ് ഞാൻ ചൊല്ലുക, ഞാൻ കണ്ടേണ്ട്.